ബി ജെ പി വിചാരിക്കുന്ന അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലാകെ നടപ്പിലാക്കാമെന്നാണ്. അവരിപ്പോൾ പറയുന്നു നരേന്ദ്രമോദി രാമായണത്തിലെ അശ്വമേധം പോലെ ഇന്ത്യയാകെ ബി ജെ പിയുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ടുള്ള അശ്വമേധം നടത്തുകയാണ്. അശ്വമേധയാഗമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അശ്വമേധം എന്ന് പറഞ്ഞാൽ അന്നത്തെ പഴയ പുരാണത്തിൽ ചക്രവർത്തിമാർ അവർ വെള്ളക്കുതിരയെ രാജ്യത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വിടും. അങ്ങനെ ആ കുതിര പോകുന്നിടത്തെല്ലാം ആ രാജാവിൻ്റെ കീഴിലാവുന്നു എന്നാണ് വിശ്വാസം. ആ രാജാവിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ രാജ്യം കീഴടങ്ങാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ കുതിരയെ തടയണം. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവും, തടഞ്ഞില്ലെങ്കിൽ ആ രാജ്യമെല്ലാം അദ്ദേഹത്തിൻ്റെ ആവും. ഇവിടെ രാമായണത്തിനകത്ത് അശ്വമേധത്തിനകത്തും ഒരു കഥയുണ്ട്. ആ അശ്വം ഇങ്ങനെ വെളുത്ത കുതിര പോകുമ്പം രാമൻ തന്നെ രാമായണത്തിൽ ഇങ്ങനെ അശ്വമേധം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയെ വഴിയിൽ ചില ആളുകൾ തടഞ്ഞു. ആരാ തടഞ്ഞത്? ഇരട്ടക്കുട്ടികളാണ് തടഞ്ഞത്, ലവനും കുശനും. ആ ലവനും കുശനും ആ അശ്വത്തെ തടഞ്ഞു എന്ന കഥ രാമായണത്തിലുണ്ട്. ഇവിടെയും മോഡി ഈ നടത്തുന്ന ധിക്കാരപരമായ അശ്വമേധത്തെ തടയുവാൻ ഇന്ത്യയിൽ അതിശക്തമായ ഇരട്ടക്കുട്ടികളുണ്ട്. ആ ഇരട്ടക്കുട്ടികളാണ് ചുവന്ന പതാകയിലുള്ള തൊഴിലാളിയുടെ ചിഹ്നമായ സിമ്പലായിട്ടുള്ള ചുറ്റികയും കർഷകന്റെ അടയാളമായിട്ടുള്ള അരിവാൾ ചുറ്റിക എന്ന ആ ഇരട്ടക്കുട്ടികൾ മോഡിയുടെ അശ്വമേധത്തെ തടയും. But such communal polarization the BJP and the RSS will do in view of the forthcoming elections in 5 states in our country. The election schedule has been announced. The preparations for these elections are ongoing, and you'll find that in order to distract the people from their misery due to this demonetization, this communal polarization will be intensified. Already, they have intensified this in Uttar Pradesh, saying that the temple for Rama will be built on the same disputed site. Once again, they have raked up this issue. They will likewise rake up these issues despite the fact of the recent Supreme Court judgment, which said religion cannot be used for making an appeal in the elections. But however much communal polarization that they may do, it is up to all of us as the people, and that is what the CPIM will work for in these elections, to project the left alternative, to mobilize the people against this communal politics, against these anti-people economic policies, against corruption indulged by all the major ruling class parties, and will give our distinct alternative to the people in all these 5 states. BJP അവരുടെ വർഗീയ അജണ്ട കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് അറിയാം കറൻസി പിൻവലിക്കൽ കാരണമുണ്ടായ ജനങ്ങളുടെ വിരോധം മാറ്റിമറിക്കുവാൻ അല്ലെങ്കിൽ അതിനെ നേരിടാനായിട്ട് വർഗീയത ശക്തിപ്പെടുത്തിയേ കഴിയൂ. അതിൻ്റെ ഭാഗമായിട്ട് UPയിൽ രാമക്ഷേത്രം വീണ്ടും നിർമ്മിക്കുന്നതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുന്നു. സുപ്രീം കോടതിയുടെ ഈ അടുത്ത കാലത്തുണ്ടായൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ മതത്തെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുള്ള ഒരു കാര്യം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിശക്തമായിട്ട് മതം ഉപയോഗിച്ചുകൊണ്ട്, വർഗീയത ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. CPIM ഇതിന് ബദലായി ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്ന, അഴിമതിക്കെതിരായി, വർഗീയതയ്ക്കെതിരായി, ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള നയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു ബദൽ നയവുമായിട്ടായിരിക്കും, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് പ്രവർത്തിക്കുക. They once again, in part of this communal polarization, they have once again picked up the campaign for a uniform civil code. Remember, a uniform civil code, if there was anybody who stopped the beginning of such a process in the country, it was the RSS and the then Hindu Mahasabha. The first effort to create a uniform civil code was made through the Hindu Code Bill, a bill moved by Baba Saheb Ambedkar in the parliament. And it was Shama Prasad Mukherjee who opposed this and resigned from the Nehru cabinet for various other reasons. And since then till date, no reform, no Hindu Code Bill could ever be adopted. Yes, if you want a uniform civil code, let us all sit and discuss. Let everybody sit and discuss, and all religions and all religious people should sit and discuss, and let us come to a consensus. But by singling out the minorities,
by whipping up a campaign against them. All that you are doing is to whip up this communal polarization which you want to use as your vote bank. The worst vote bank politics in this country is played by the RSS and the BJP that wants to consolidate the communal Hindu vote bank. And that is why they have started a campaign against triple talaq, so-called triple talaq, they say, that we have dealt with many a time, our attitude to that. But when RSS, BJP and Mr. Modi talk about triple talaq, I'm only reminded of one fact. After Narendra Modi became Prime Minister, there were other assembly elections. You had the Delhi election, and in Delhi election, Mr. Narendra Modi, who accused us in Parliament, Balagopal was also there then. He said all the opposition parties can fit into one city bus. Our number is so small. So after the Delhi elections, I had to tell him in the Parliament, Mr. Modi, at least we fit into a city bus, but in Delhi, your BJP MLAs will fit into an auto rickshaw because only 3 of you have won out of the total of 70 seats. That was this government's first talaq. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചാണ് BJP കാര്യമായിട്ട് സംസാരിക്കുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയം വർഗീയത കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ യൂണിഫോം സിവിൽ കോഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങിയത് ബാബാ സാഹേബ് അംബേദ്കർ തന്നെ ഹിന്ദു കോഡ് ബില്ല് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ആ സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നു. അന്ന് ശ്യാമപ്രസാദ് മുഖർജി ആ ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ചു. അങ്ങനൊരു ഹിന്ദു കോഡ് ബില്ല് വേണ്ട എന്ന അഭിപ്രായം പറഞ്ഞ് യൂണിഫോം സിവിൽ കോഡിൻ്റെ ആദ്യ ഒരു സ്റ്റെപ്പായ ആ കാര്യത്തിൽ നിന്ന് രാജിവെച്ചയാളാണ് RSSൻ്റെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി. അവർക്ക് യൂണിഫോം സിവിൽ കോഡൊന്നും വേണ്ട. അവർക്ക് വേണ്ടത് അങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ വർഗീയതയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. RSSൻ്റെയും BJPയുടെയും അതുപോലെ കടുത്ത വർഗീയവാദികളായ ഹിന്ദു വർഗീയവാദികളെയും സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മുത്തലാഖിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡൽഹി ഇലക്ഷന് മുമ്പ് വലിയ അഹങ്കാരത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ആ ഘട്ടത്തിൽ വലിയ അഹങ്കാരത്തോടു കൂടിയാണ് BJP അധികാരത്തിൽ വന്നത്. അന്ന് പാർലമെൻറ്റിൽ ശ്രീ മോഡി പ്രസംഗിക്കുകയുണ്ടായി. ഇവിടുത്തെ പ്രതിപക്ഷം എല്ലാം കൂടി ഒരു സിറ്റി ബസ്സിൽ പോകാവുന്ന തരത്തിലായിപ്പോയല്ലോ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയുണ്ടായി. പക്ഷേ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയാം. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ അതേ മോഡിയോടെ അവിടെ സംസാരിച്ച് പറഞ്ഞു, മിസ്റ്റർ മോഡി, താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സിറ്റി ബസ്സിൽ പാനേ ഉള്ളെന്നുള്ളൂ. ഞങ്ങളൊരു സിറ്റി ബസ്സിലെങ്കിലും പാനുള്ള ആളുണ്ട്. പക്ഷേ ഡൽഹിയിലെ അസംബ്ലിയിൽ നിങ്ങൾക്കിപ്പോൾ ഓട്ടോറിക്ഷ പാനുള്ള ആളല്ല ഉള്ളൂ. ആകെ 3 പേര് മാത്രമേ ഉള്ളല്ലോ ഡൽഹിയിൽ പ്രതിപക്ഷം BJP എന്ന് പറഞ്ഞു. ഇത് ഒന്നാമത്തെ ജനങ്ങൾ അവർക്കെതിരെ പറഞ്ഞ തലാക്കാണ്. Next came the Bihar election. The BJP president said, if Modi and BJP are defeated, then there will be crackers burst in Pakistan. Pakistan will celebrate Diwali, not India. So you'll have to elect the BJP government in Bihar. All of us know the result. You know what happened. And there were no crackers burst in Pakistan after that. But the Bihar election result was the second talaq for Mr. Modi. രണ്ടാമത് വന്നത് ബീഹാറിലെ ഇലക്ഷനാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞു, മോഡിയും BJPയും പരാജയപ്പെട്ടാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പടക്കം പൊട്ടിക്കുന്നത് ഇവിടെ ആയിരിക്കത്തില്ല, പാകിസ്ഥാനിലായിരിക്കും, അവരായിരിക്കും ആഹ്ലാദിക്കുന്നത്. അതുകൊണ്ട് ആ പാകിസ്ഥാനുകാർ ആഹ്ലാദിച്ച് പടക്കം പൊട്ടിക്കാതിരിക്കാൻ ഇവിടെ BJPയും മോഡിയും ജയിക്കണം. പക്ഷേ ജനങ്ങൾ എന്താ ചെയ്തത് എന്നുള്ളത് കണ്ടതാണ്. റിസൾട്ട് വന്നു. BJP അമ്പേ പരാജയപ്പെട്ടു. BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ BJPയുടെ നയത്തിനോട് പറഞ്ഞ രണ്ടാമത്തെ തലാക്കാണ് ബീഹാറിലെ ഇലക്ഷൻ. Now with the UP election, Bihar election result came 2 days before Diwali. UP election results will come 2 days before Holi. And in the UP election, in this round of election, it is our duty as the people of our country for all the secular forces to unite to ensure
that the BJP and the communal forces will face their triple talaq in Uttar Pradesh, and that will be the real meaning of their triple talaq campaign, and that is what we'll all have to work for the sake of a better India that we want to create. ഇപ്പോൾ അടുത്തതായിട്ട് യു പിയിലെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. യു പിയിലെ തെരഞ്ഞെടുപ്പിലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. നേരത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ദീപാവലിക്ക് 2 ദിവസം മുമ്പായിരുന്നു. യു പിയിലെ തെരഞ്ഞെടുപ്പ് ഹോളിക്ക് 2 ദിവസത്തിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ആ ഹോളിക്ക് 2 ദിവസത്തിന് ശേഷം നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മൂന്നാമത്തെ തലാക്ക്, മുത്തലാഖിൽ മൂന്നാമത്തെ തലാക്ക് ഉറപ്പാക്കി BJPയെ അധികാരത്തിൽ നിന്ന് അവിടെ BJPയെ പരാജയപ്പെടുത്തണം. അക്കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളാകെ നടത്തും. CPI ആ കാര്യത്തിലായിരിക്കും ഊന്നൽ നൽകുന്നത്. So that is why, finally, I would like to once again assure all of you that on behalf of the Communist Party of India, Marxist, on behalf of the left forces in our country, that we will continue to remain steadfast in our struggle to create a better India, to create a more united, cohesive and harmonious India, to defeat such communal forces and combinations in the elections, to ensure they don't take our country on a path of destruction, to defeat these pro-imperialist, anti-people economic policies that are heaping ruin on crores and crores of our people. For that struggle to carry forward, the people of Kerala have always made a historic contribution, and I hope once again that in this critical juncture of the Indian situation, the Kerala people will not only continue to support this red flag, but will come forward with greater vigor to make sure that India not merely remains as India that we know, but can be converted into a better India, into eventually towards a socialist India. And in that process, all of you will continue to support this red flag. With that confidence, once again, conveying my heartiest revolutionary greetings to all of you, I'll end my decision. Inqilab Zindabad. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ, കരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം ഏറ്റെടുക്കണം. ഇന്ത്യയിലെ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്, അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിന്, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിന് കൂടുതൽ ജനങ്ങളുടെ ജനമുന്നേറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ ആവശ്യമുണ്ട്. വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനവും സംസ്ഥാനവുമാണ് ഈ കേരളം. കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകിയാൽ മാത്രം പോരാ, ഇന്ത്യക്കാകെ ഈ ശക്തമായ സമരത്തിന് മാതൃക നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് നേതൃത്വപരമായ ചുമതല ഏറ്റെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടി ഈ ചുവന്ന പതാകയുടെ ഒപ്പം നിന്ന് അതിശക്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ, ഭാവിയിൽ ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ കെട്ടിപ്പടുക്കുവാനുള്ള പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു. അടുത്തായി സഖാവ് പ്രകാശ് കാരാട്ട് സംസാരിക്കും. സഖാക്കളെ, സുഹൃത്തുക്കളെ, CPMൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നത്. ഈ അവസരത്തിൽ ഈ പൊതുയോഗത്തിൽ വന്ന് ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സൈക്കിൾ പ്രസംഗത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. The chairman of this meeting, leaders of the CPIM on the dais, and dear brothers and sisters, the Central Committee of the CPIM has been in session here for the last 2 days, and we have been discussing the
national and international situation. I would on this occasion only like to speak about some of the issues that we have discussed which have a direct bearing on Kerala and the people of Kerala. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 2 ദിവസമായി CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദേശീയ സർവ്വദേശീയ സംഭവവികാസങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് ആ കമ്മിറ്റിയിൽ ചർച്ചകൾ നടക്കുകയുണ്ടായി. ഞാനിവിടെ ചില പ്രത്യേക കാര്യങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തെ ബാധിക്കുന്ന ചില പ്രത്യേക പ്രശ്നങ്ങളെപ്പറ്റി അതിലൂന്നി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. Comrade Sitaram Yechuri has already told you about the effects of demonetization on the common people of our country and the motive behind this demonetization by the Modi government. As far as the people of Kerala are concerned, this withdrawal of 500 and 1,000 rupee notes and the way it has been done has struck a heavy blow at the very livelihood and the economy of Kerala. സീതാറാം യെച്ചൂരി ഇവിടെ കറൻസി പിൻവലിക്കലിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വരുമാനത്തിൽ, അവരുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. Kerala has the most extensive network of cooperative institutions and banks compared to the rest of the country. The primary cooperative agricultural societies, the rural cooperative banks of Kerala are the most extensive and developed in the country. Of all the deposits in these rural cooperative banks in the country, 70% of that is in Kerala, which serves the millions of people in the rural parts of Kerala. And the Modi government has paralyzed this rural cooperative banking sector, thereby hitting at the livelihood, incomes, savings and jobs of millions of people in Kerala. കേരളത്തിൽ വളരെ വിപുലമായ ഒരു സഹകരണ പ്രസ്ഥാനമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മോഡി ഭരണം ഈ കാര്യത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വളരെ വിപുലമായി, ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സഹകരണ മേഖലയാണ് ഇവിടെ. ഇന്ത്യയിലാകെയുള്ള സഹകരണ മേഖലയിലെ ഡെപ്പോസിറ്റിൻ്റെ 70% കേരളത്തിലാണുള്ളത്. ഇതിനെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക വഴി ദശലക്ഷക്കണക്കിന് വരുന്ന ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഇവരെടുത്തിരിക്കുന്നത്. ഗ്രാമീണ സഹകരണ സംഘങ്ങൾ അവിടുത്തെ അതിനെ ബാധിക്കുക വഴി സാധാരണക്കാരുടെ വരുമാനം, അവരുടെ കടം കിട്ടുന്നതിനടക്കമുള്ള മറ്റ് സാമ്പത്തിക കാര്യങ്ങളെല്ലാം വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. The Central Committee heard the report from our Kerala Committee of how, under the leadership of the LDF, the people of Kerala have come out to oppose this demonetization which has directly attacked the interests of the people of Kerala. And our party, Central Committee, would like to congratulate all sections of the people of Kerala who have put up such a magnificent opposition and protest which was seen in the human chain which was organized on the 29th of December. For the lakhs and lakhs of people who have participated in this protest, we congratulate them, and our Central Committee
has decided that we shall intensify this movement to protect the interests and the livelihood and the money deposited in the various banks. In the coming days, we shall step up our movement and protest. കേന്ദ്ര കമ്മിറ്റി കേരളത്തിൽ നിന്നുള്ള സഹാക്കളുടെ റിപ്പോർട്ട് വളരെ സശ്രദ്ധം കേരളത്തിലെ ഈ കാര്യങ്ങളെപ്പറ്റി കേൾക്കുകയുണ്ടായി. എങ്ങനെയാണ് കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും ഈ കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർത്തതെന്ന് ഞങ്ങൾ കേട്ടു. പാർട്ടി CC കേരളത്തിലെ ജനങ്ങളെ വളരെ ഹാർദമായി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇക്കാര്യം കൊണ്ട് തന്നെ. കാരണം കഴിഞ്ഞ 29-ന് നടന്ന മനുഷ്യച്ചങ്ങല, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യച്ചങ്ങലയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹകരണ മേഖലയും സാമ്പത്തിക മേഖലയും തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള പല പരിപാടികളും ശക്തമായി നടത്തുകയുണ്ടായി. CC ഇതിൻ്റെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം, ഇന്ത്യയിലെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കും. For quite a few years, the CPIM and the left parties have been conducting protest and agitation to demand that we have a universal public distribution system in our country, that we have food security for all citizens of India. And Kerala has always been a model for this. The public distribution system in Kerala is the most advanced in the country. Comrade Kodiyeri Balakrishnan had explained how Kerala achieved this universal public distribution system, which has now come under attack in the last 2 decades of the neoliberal policies. കഴിഞ്ഞ 2 വർഷമായി CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കാനുള്ള നയങ്ങൾക്കെതിരായി അതിശക്തമായ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർവത്രികമായ പൊതുവിതരണ സമ്പ്രദായം, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന നയങ്ങൾ, അത് ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ റേഷൻ സമ്പ്രദായത്തിൽ, പൊതുവിതരണ സമ്പ്രദായത്തിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. കോടിയേരി ഇവിടെ വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ റേഷൻ സമ്പ്രദായത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ ചരിത്രമെല്ലാം വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ 2 ദശകങ്ങളായി പുതിയ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തെ, റേഷൻ സമ്പ്രദായത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. The Food Security Act, which was passed under the UPA government, that is being now implemented in the country. We had at that time told the UPA government that the Food Security Act should provide for universal system of public distribution. We had warned them that it is not enough to change the BPL and APL system and divide again people into 2 categories of priority and general, which is now there in the Food Security Act. But that act was passed finally. For 1 year, the left parties had conducted a countrywide movement to try and make sure that this Food Security Act will be genuinely universal in character, which means only a small portion of the people, a small percentage of people, not more than 10%, would be excluded from the public distribution system because they are well-off sections, and the rest should all get rations, and the price of that rations should be equal for all. ഭക്ഷ്യസുരക്ഷാ നിയമം UPA ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്. അന്ന് ഈ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷ്യസുരക്ഷാ നിയമം BPL-ഉം APL-ഉമായ ആളുകളെ തരംതിരിച്ച് ഭക്ഷ്യസുരക്ഷ ഇല്ലാതാക്കരുത്, അത് സാർവത്രികമായിരിക്കണം. പക്ഷേ അവരത് പാസ്സാക്കി. അതിനെ തുടർന്ന് 1 വർഷക്കാലത്തോളം ഇടതുപക്ഷം ദേശവ്യാപകമായി ശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായി നടത്തി. അതിനകത്ത് അന്ന് ഇടതുപക്ഷം പറഞ്ഞത്
ഒരു വളരെ ചെറിയ ഒരു ഭാഗം 10% ആളുകൾക്കോ മറ്റോ വളരെ സമ്പന്നരായ ആളുകൾക്ക് റേഷൻ ഒഴിവാക്കുന്ന ഒഴിച്ചാൽ ബാക്കി 90% ആളുകൾക്കും റേഷൻ സമ്പ്രദായം ഒരേ തരത്തിൽ തന്നെ ആയിരിക്കണം. അത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വളരെ ആവശ്യമാണ് എന്നുള്ള നയമാണ് അന്ന് ഇടതുപക്ഷം സ്വീകരിച്ചത്. Now with the Modi government at the center, they are implementing the Food Security Act in a way which is harming Kerala the most. The state which had the best public distribution system is going to be affected the most by the way the BJP government at the center is implementing the Food Security Act. Today, people of Kerala are facing the threat of a dismantling of the statutory rationing system that they had. Only 46% of the population is in the priority category. Similarly, Tamil Nadu is also going to be badly affected because they also have a better public distribution system. But I find that today the Congress party here is on an agitation against the LDF government, blaming the government here for cutting down the ration, for cutting down the coverage of the public distribution system. I would like to remind the Congress leadership of Kerala that it is you who brought this Food Security Act, which has not provided for the universal public distribution system. It is your minister from Kerala actually, the Food and Supplies Minister, Professor K.V. Thomas. We had gone to him also to say, don't do this. Don't make this priority category and general category and again have a targeted public distribution system. I would like to remind the Congress leaders, during the Narasimha Rao government, when Shri A.K. Antony was the Food and Civil Supplies Minister, we had gone to him then also and said, don't start this targeted public distribution system of BPL and APL. First they started with BPL and APL, and now they have brought this targeting of priority and general. And in the process, we know in the last 20 years how in Kerala we have had to struggle to protect the public distribution system in Kerala. So if the Congress party today wants to protect the public distribution system in Kerala, it should fight against the Modi government, not against the LDF government. ഇപ്പോൾ കേന്ദ്രത്തിൽ ശ്രീ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ റേഷൻ സമ്പ്രദായത്തിൽ കേരളത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായ നയസമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല കൃത്യമായ റേഷൻ സമ്പ്രദായമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം തകർക്കുന്ന തരത്തിലേക്കാണ് ഈ പുതിയ നയങ്ങളുടെ ഇപ്പോഴത്തെ നടത്തിപ്പ്. 47% ആളുകൾക്കായിട്ട് റേഷൻ ചുരുങ്ങുന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്. അവിടെയും താരതമ്യേന നല്ല റേഷൻ സമ്പ്രദായമുള്ളതാണ്. പക്ഷെ ഞാനിന്ന് കേരളത്തിലേക്ക് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് നടത്തിയൊരു സമരത്തെപ്പറ്റി വായിച്ചു. കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഇവിടെ ഈ റേഷൻ സമ്പ്രദായത്തിനെതിരായി അല്ലെങ്കിൽ ഈ റേഷൻ കുറയ്ക്കുന്നതിനെതിരായിട്ടുള്ള വലിയ സമരം കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി നടത്തുന്നു. പക്ഷെ ഞാൻ അവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങളാണ് ഈ കാര്യം നടപ്പിലാക്കിയത് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ റേഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത് എന്ന് മാത്രമല്ല അതിൻ്റെ മന്ത്രി കേരളീയനായ ശ്രീ KV തോമസ് ആയിരുന്നു എന്നുള്ള കാര്യവും കോൺഗ്രസ്സുകാർ ഓർക്കേണ്ടതാണ്. ശ്രീ KV തോമസിനെ അന്ന് കാണുവാൻ ഞങ്ങൾ പാർട്ടിയുടെ പ്രതിനിധികൾ പോയിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ BPL APL ആയിട്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള റേഷൻ സമ്പ്രദായമല്ല ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അന്ന് പറഞ്ഞതാണ്. അന്ന് APL BPL ആക്കി ഇപ്പോൾ പ്രയോറിറ്റി നോൺ പ്രയോറിറ്റി എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. ഞങ്ങൾ നേരത്തെ നരസിംഹറാവു ഗവൺമെൻറ് കാലത്ത് ശ്രീ AK ആന്റണി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അന്നും പോയി പറഞ്ഞിരുന്നു, നിങ്ങൾ
ഈ ഭക്ഷ്യസുരക്ഷ തകർക്കുന്ന തരത്തിലേക്ക് APL BPL എന്ന നിലയത്തിലുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ റേഷൻ സമ്പ്രദായം ഇപ്പോഴത്തെ ഈ പുതിയ പരിഷ്കാരം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനോടല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകണം. The third issue which we have discussed in the Central Committee is the growing communal offensive headed by the RSS and the BJP. That is happening all over the country. But the RSS is targeting 3 states in particular: Kerala, West Bengal and Tripura, because these are the strong basis of the CPIM and the left. And we are seeing heightened efforts to create communal tensions, heightened efforts to inject the communal poison and to disrupt communal amity and harmony in these 3 states. Here in Kerala, as Comrade Sitaram Yechuri pointed out, after the victory of the LDF and the formation of the government headed by Comrade Pinarayi Vijayan, we have seen an upswing in the violent activities of the Rashtriya Swayamsevak Sangh. And recently, the RSS has conducted a week-long camp all over Kerala, in which they have given arms training in preparation for boosting their violent activities in the state. This is the pattern we are finding in many other states, but they are concentrating in Kerala and in West Bengal and in Tripura, because the RSS is not only anti-minority, it is also viciously anti-communist. And as far as Kerala is concerned, we have seen how the RSS and the BJP have, in a systematic way, spread this campaign all over India, that the CPIM is launching violent attacks against its cadres. But you here in Kerala know the truth about what is happening. And our party has decided that in the coming days we shall step up our campaign against the Hindutva forces, against their pernicious ideology, and take all the necessary measures to counter their disruptive communal activities, especially in states like Kerala, West Bengal and Tripura. മൂന്നാമത്തെ കാര്യം CC ചർച്ച ചെയ്തത് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ്. രാജ്യത്താകെ വർഗീയത ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ RSS 3 സംസ്ഥാനങ്ങളെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അത് കേരളം, ബംഗാൾ, ത്രിപുര എന്നീ 3 സംസ്ഥാനങ്ങളാണ്. കാരണം അവിടെ ഇടതുപക്ഷം ശക്തമാണ്. ഇടതുപക്ഷം ശക്തമായ സ്ഥലങ്ങളിൽ വർഗീയ വിഷം ചീറ്റി ജനങ്ങളെ സംഘടിപ്പിച്ച് അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഇവിടെ സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നതിന് RSSും BJPയും ശ്രമിച്ചിട്ടുണ്ട്. RSS ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയുധ പരിശീലനം സംഘടിപ്പിക്കുകയുണ്ടായി പല സ്ഥലങ്ങളിലും. ആ ആയുധ പരിശീലനം തന്നെ അക്രമ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനാണ്. ഇത് ഇന്ത്യയിൽ പലയിടത്തും നടത്തുന്നുണ്ടെങ്കിലും കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമാണ് ഏറ്റവും ശക്തമായിട്ട് നടത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, RSS അവർ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർ ന്യൂനപക്ഷ വിരുദ്ധം മാത്രമല്ല, അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. RSS രാജ്യത്താകെ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി വലിയ കുപ്രചരണമാണ് നടത്തുന്നത്. അവരുടെ കേഡർമാരെ, അവരുടെ പ്രവർത്തകരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുന്നു എന്നൊക്കെ ഇന്ത്യയിലാകെ നടന്ന് പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ സത്യം നിങ്ങൾക്കറിയാമല്ലോ എന്താണ് അവരോട് ചെയ്യുന്നത്. അവർ നടത്തുന്ന അക്രമം പുറത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക്
പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായി ഇവരുടെ ഈ പ്രവർത്തനത്തിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനം നമ്മുടെ രാജ്യത്താകെ സംഘടിപ്പിക്കണം എന്നുള്ള പ്രചരണം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി ആലോചിച്ചത്. Our Central Committee is also going to adopt a resolution tomorrow in support of all the struggles taking place all around the country against the large-scale forcible land acquisition and the forcible dispossession of peasants and tribal people from their lands. All over the country today, in states like Andhra Pradesh, Telangana, Madhya Pradesh, Jharkhand, in most of the BJP-ruled state governments, lakhs of acres of land is being taken over by the state governments to hand over to the big corporates, to hand over to the mining interests, to hand over to real estate, big real estate people. And there are so many struggles going on today against this forcible land acquisition. In Jharkhand alone, many people have been shot dead in these struggles. They are amending the laws which are there to protect the tribal people and their lands in Jharkhand. In Andhra Pradesh and Telangana, between these two states, there's a competition on how many thousands of acres can be snatched away from the farmers and the tribal people. Our party has decided to put our full weight behind these struggles and to lead these struggles wherever we can. In Kerala, because there is an LDF government, no such threat will be faced by the people here of such large-scale forcible acquisition of land. But in all other states, in states run by these bourgeois parties, whether it is the BJP, whether it's the Congress or the regional parties, this big attack is taking place on the farmers and the tribal people. And our Central Committee has decided that we will build the widest unity and put up the biggest resistance against this sort of forcible land acquisition in the coming days. സെൻട്രൽ കമ്മിറ്റി ഒരു പ്രമേയം ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. അത് നിർബന്ധിതമായ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനെതിരായിട്ടുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള പ്രമേയമാണ്. നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകളെ ഭൂമിയിൽ നിന്ന് നിർബന്ധിതമായി ഇറക്കിവിട്ട് 10,000-കണക്കിന് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ നിർബന്ധിതമായി വേണ്ടത്ര നഷ്ടപരിഹാരം കൊടുക്കാതെയും നിയമവിരുദ്ധമായും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. വലിയ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ ബിസിനസ്സിന് വേണ്ടി വലിയ ഖനികൾ സ്ഥാപിക്കാൻ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജാർഖണ്ഡിൽ നിരവധി ആളുകൾ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായി അവരുടെ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഗവൺമെൻറ് പോലീസുകാർ. അതുപോലെ ആന്ധ്രയിലും തെലങ്കാനയിലും അവിടെ രണ്ട് സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരമാണ്. ആരാണ് കൂടുതൽ ഭൂമി എടുക്കുന്നത്, ആരാണ് കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നത് എന്ന നിലയിൽ. അതുകൊണ്ട് ഇത്തരം ഒരു നിലപാടിനെതിരെ ഉള്ള പ്രക്ഷോഭങ്ങൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു ഭാഗ്യമുണ്ട്, ഇവിടെ LDF ഗവൺമെൻറ് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഭൂമി ഏറ്റെടുത്ത് നിർബന്ധമായി ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ട തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി ശക്തമായി ഈ പ്രക്ഷോഭങ്ങൾ സാധാരണക്കാരുടെ ട്രൈബലുകൾ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭൂമി ഏറ്റെടുക്കുന്ന ഇത്തരം നിലപാടിനെതിരെ ശക്തമായ സമരം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. The other resolution the Central Committee is going to adopt tomorrow is in solidarity and support for the movement today taking place for the enactment of a Rohit Act or a legislation to see that there is no discrimination against Dalit students in
higher educational institutions. 17th of January will be the anniversary of the death of Rohit Vemula, the student of Hyderabad Central University. As you know, his forced suicide has led to a countrywide movement of the students and youth against this hounding and discrimination practiced on Dalit students. And our party will give full support to the observance on 17 January of the Rohit Vemula Day. Under the Modi government, we have seen in the year 2016 a number of anti-Dalit measures and actions. From the Hyderabad Central University to the Una incident in Gujarat, when 7 Dalit youth were brutally beaten up by the so-called Gau Rakshaks of the Hindutva forces. So in the coming days, our party has decided to step up the united struggle of the left and the Dalit forces to fight for Dalit rights, to take the struggle for Dalit emancipation forward. മറ്റൊരു പ്രമേയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നത് ഈ നാട്ടിലെ ദളിത് വിഭാഗങ്ങൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് അവരുടെ പ്രക്ഷോഭങ്ങൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രമേയമാണ്. നിങ്ങൾക്കറിയാം, രോഹിത് വെമുലയുടെ ആ സംഭവം 17 ജനുവരി ആകുമ്പോൾ ഒരു വർഷം തികയും രോഹിത് വെമുലയുടെ ഏറ്റവും ദുഃഖകരമായ ആ വേർപാടിന്. ആ സംഭവത്തിൻ്റെ ആ വാർഷികം അതിശക്തമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു നിയമം ഈ മേഖലയിൽ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ദളിത് കുട്ടികളെ അവർക്ക് നേരെ നടക്കുന്ന, അവരെ വേർതിരിച്ച് കാണുന്ന, അവരെ മോശപ്പെട്ട തരത്തിൽ പെരുമാറുന്നതിനെതിരെയുള്ള നിയമനിർമ്മാണം വേണമെന്നുള്ള പ്രവർത്തനവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ദളിത് വിരുദ്ധ സമീപനങ്ങൾ ഇന്ത്യയിൽ വളരെ വ്യാപകമായി ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിത് വെമുലയുടെ സംഭവം മുതൽ ഇങ്ങോട്ട് ഉനായിലെ ഗുജറാത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള പശുവിൻ്റെ തോൽ ഉരിച്ചെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തി ആക്രമിച്ചടക്കമുള്ള വിവിധ സംഭവങ്ങൾ നാട്ടിലാകെ നടക്കുന്നുണ്ട്. ഇതിനെല്ലാമെതിരെ അതിശക്തമായ ദളിത് വിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ ചെറുക്കുന്ന അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. Our party was the first in the country to warn against the onset of an authoritarian regime after the Modi government took office. We gave this warning in our party congress held in April 2015. And we are seeing day by day how this government is becoming more and more authoritarian. At the heart of this demonetization is the attack on the people's right to their own money. The people cannot access their own money, which is there in the banks. Now, various other measures are being proposed, which appear to be very democratic, which appear to be very rational. Now, Narendra Modi is advocating that all over the country elections must be held together. Whether it's the Lok Sabha elections or all the state assembly elections, they must be all held at one time. He says this will curb wastage of public money, and this will also curb election malpractices. It will lead to better governance because there will be no elections every year. But this is not the actual reality. What they are not saying is enforcing one election for all the country at one time will be a profoundly anti-democratic step.
when the people elect a ruling party by majority in an assembly, or if there is a government, a coalition government in a state formed after election, it is possible that this government may collapse, the coalition may collapse, and there has to be a midterm poll. That is the right of the people then to decide on whom they will elect again. But what the BJP and Narendra Modi want is, even if the government loses its support in the assembly or in parliament, a government must continue for 5 years, compulsorily. Proposals are there that all the parties should come together and form a government till the term of the government is over. This goes against the basic principle of party-based parliamentary democracy. നമ്മുടെ പാർട്ടിയാണ് കഴിഞ്ഞ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ശക്തമായിട്ട് ഏകാധിപത്യപരമായ ജനാധിപത്യ വിരുദ്ധമായ പ്രവണതയ്ക്കെതിരെ ശക്തമായ അഭിപ്രായം പറഞ്ഞ പാർട്ടി. 2015 പാർട്ടി കോൺഗ്രസിൽ വളരെ കൃത്യമായി ഈ ഗവൺമെൻറ് അമിതാധികാര പ്രവണതകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെ ഗവൺമെൻറ് ഏകാധിപത്യ സ്വഭാവം നടപ്പിലാക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനം. ജനം ബുദ്ധിമുട്ടി സ്വരൂപിച്ച അവരുടെ പണം ബാങ്കിൽ നിന്ന് എടുക്കാനും ഉപയോഗിക്കാനും കഴിയാത്ത തരത്തിലുള്ള തീരുമാനങ്ങളാണ് അവരെടുത്തത്. ഇത്തരം പല തീരുമാനങ്ങളും പിന്നാലെ വരുന്നുണ്ട്. അതൊക്കെ വലിയ ആശയങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതകളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യുന്നത് ഒറ്റഘട്ടമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പുകളുമെല്ലാം ഒറ്റഘട്ടമായി നടപ്പിലാക്കണം എന്നൊരാശയമാണ് കൊണ്ടുവരുന്നത്. അതിന് പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ നടക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനകത്തെ പല അഴിമതികളും മോശപ്പെട്ട പ്രവണതകളും ഇല്ലാതാക്കാൻ കഴിയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ കാരണം അതൊന്നുമല്ല. ഒരുമിച്ച് ഇലക്ഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായി ചില ഏകാധിപത്യ പ്രവണതകൾ കൊണ്ടുവരാമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷക്കാലത്തിനിടയിൽ കൂട്ടുകക്ഷികളാണെങ്കിൽ ചിലപ്പോൾ കൂട്ടുകക്ഷികൾ പിന്തുണ പിൻവലിക്കാം. ചിലപ്പോൾ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ഭൂരിപക്ഷം നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ജനാധിപത്യപരമായ സമ്പ്രദായം. അതാണ് ന്യായം. പക്ഷേ ഇപ്പോൾ മോഡി പറയുന്നത്, BJP പറയുന്നത്, ഒരു പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാൽ 5 വർഷക്കാലത്തേക്ക് ആ ഗവൺമെൻറ് തുടരണം. അങ്ങനെ ഗവൺമെൻറ് തുടർന്നില്ലെങ്കിൽ തന്നെയും ഒരു ഗവൺമെൻറ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ എല്ലാ പാർട്ടികളും ചേർന്നൊരു ഗവൺമെൻറ് ഉണ്ടാക്കി 5 വർഷത്തേക്ക് പോകണം എന്നും മറ്റുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. The other hidden weapon that is there to ensure that governments should run for 5 years and elections can be held only after a 5-year term is Article 356 of the Constitution. Kerala people know very well, after the 1957 election, when the Lok Sabha and Assembly elections were held together in Kerala, in the Assembly, the Communist Party got a majority and the EMS ministry was formed. But in 1959, Article 356 was used to dismiss that government. That is why there had to be an assembly election in 1960. Now, under the Modi formula, not only will a government can be dismissed, but that president's rule will continue till the 5-year term is over. Only then elections can be held. And again, Article 356 has been used how many times? 111 times by the central government, earlier by the Congress and now by the BJP. And they will use Article 356 as a weapon against state governments and then ensure that there can be no election till the 5-year term is over. The president's rule will be continued. So all these authoritarian steps are behind the so-called demand that Lok Sabha and all assembly elections should be held together. Our party totally opposes this proposal.
ഈ പുതിയ ഒറ്റ സമയത്ത് ഒരുമിച്ച തെരഞ്ഞെടുപ്പെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ഒളിപ്പിച്ചു വെച്ച ആയുധം കൂടിയുണ്ട്. 5 വർഷക്കാലത്തേക്ക് ഒരു ഗവൺമെൻറ് വന്നാൽ ഇടയ്ക്ക് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാൽ അത് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ആർട്ടിക്കിൾ 356 വകുപ്പിൻ്റെ കാര്യം കൂടി ബന്ധപ്പെടുത്തി വേണം ആലോചിക്കാൻ. കേരളത്തിൽ 356 വകുപ്പ് 1957 അധികാരത്തിൽ വന്ന സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രയോഗിച്ചത്. 59 ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ നടന്നു 60. അങ്ങനെ ഇലക്ഷൻ നടക്കുന്ന സമ്പ്രദായം മാറിയിട്ട് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ ആശയമനുസരിച്ച് പറയുന്നത്, ഒരിക്കൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ബാക്കിയുള്ള കാലാവധി മുഴുവൻ ആ രാഷ്ട്രപതി ഭരണം തന്നെ തുടരണം എന്നുള്ള ആശയമാണ് ഒരാശയമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം 111 പ്രാവശ്യം ഇന്ത്യയിൽ 356 വകുപ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. 111 പ്രാവശ്യം സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്, BJP ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആ തരത്തിൽ ഇത് പിരിച്ചുവിട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രപതി ഭരണമെന്ന ആശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനർത്ഥം വളരെ ഏകാധിപത്യപരമായി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. As far as we are concerned, it is only the people who can decide how long a government remains, whether it's for 5 years, whether it's for 3 years, or whether it's for 1 year. The mandate of the people must be respected through the legislatures and parliament. There can be no artificial decision on how to fix the term of a government. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ തീരുമാനം, വിധി, തെരഞ്ഞെടുപ്പ് വിധിയാണ് ഏറ്റവും പ്രധാനം. അത് 5 വർഷമാകാം, 2 വർഷമാകാം, 1 വർഷമാകാം. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അല്ലാതെ ഒരു ലെജിസ്ലേഷൻ നിയമം കൊണ്ടുവന്നിട്ട് ഇത്രയാവണം എന്ന നിലയിലേക്ക് ഇങ്ങനെ നിയന്ത്രണം കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണല്ലോ. So the coming days are going to see growing authoritarianism. Authoritarianism in imposing their anti-people economic policies. Authoritarianism to see that the Hindutva agenda is pushed into the institutions of the state. And authoritarianism to attack the people's democratic rights and to suppress all dissent and freedom of expression. And it is against this threat that our party will unite with all other left democratic and secular forces to fight back this danger, which is a danger to our democratic principles, to our secular principles, and to the very unity of our country. So I hope that in the coming days, the people of Kerala who have elected an LDF government, which is sincerely striving to bring in alternative policies within this framework of the neoliberal communal forces at the center. I hope that you will fully cooperate, support, and participate in the movements of the left and democratic forces in Kerala so that we can reverse this trend and go towards a new path, towards building a new path for India. Thank you very much. വരുന്ന നാളുകളിൽ കൂടുതൽ ഈ അമിതാധികാര പ്രവണത ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങൾക്കെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന സമരങ്ങൾ, അതുപോലെ മറ്റു പല ജനകീയ പ്രശ്നങ്ങളും നേരിടാൻ വേണ്ടിയിട്ട് ഇവർ അമിതാധികാര പ്രവണതകൾ കൊണ്ടുവരും. അതിനെ നേരിടാൻ നമ്മുടെ പാർട്ടി ശക്തമാകേണ്ടതുണ്ട്. മതേതരത്വവും ഐക്യവും ശക്തിപ്പെടുത്താൻ, കേരളത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കാൻ വേണ്ടി കൂടുതൽ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എനിക്കുറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഈ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള ബദൽ മാർഗങ്ങളെ പിന്തുണയ്ക്കാനും ശക്തിപ്പെടുത്തുവാനും കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രസംഗം അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പ് ബംഗാളിൽ നിന്നുള്ള നമ്മുടെ സമുന്നതരായ നേതാവ് സഖാവ് ബിമൻ ബാസു സംസാരിക്കുന്നത്. Comrade President, leaders on the dais, comrades, friends, my brother and sister,
I greet all of you on behalf of the Bengal movement. പ്രിയമുള്ള സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ബംഗാളിന് വേണ്ടി നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. Actually, I requested my colleague not to speak in this meeting since meeting is going on long time. But they have insisted me. So I will speak little on the development there in Bengal. Even then, I shall have to remember the memory of Comrade AKG, Comrade EMS. Whenever I came to Kerala during student movement days, I have learned some valuable thing from these two great leaders, not only of Kerala, but of our country. സത്യത്തിൽ ഞാനിവിടെ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ദീർഘമായ പ്രസംഗങ്ങൾ കഴിഞ്ഞതുകൊണ്ട്, പക്ഷേ അവരെല്ലാം എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അല്പം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബംഗാളിലെ ഇപ്പോഴത്തെ കാര്യങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന കാലം മുതൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, നമുക്കെല്ലാം മാതൃകയായ സഖാവ് AKGയെയും EMSനെയൊക്കെ പരിചയപ്പെട്ട് അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാര്യം ഓർക്കുകയാണ്. അവർ കേരളത്തെപ്പറ്റി മാത്രമല്ല, ഇന്ത്യയെപ്പറ്റി തന്നെ വലിയ കാര്യങ്ങൾ പകർന്നു തരാൻ കഴിഞ്ഞ നേതാക്കന്മാരായിരുന്നു. ആ നേതൃത്വത്തിൻ്റെ അനുഭവം, അവരുടെ പരിചയപ്പെട്ട അനുഭവം ഞാൻ ഓർക്കുകയാണ്. As some of you know, that the Bengal movements, Bengal left, Bengal communist, are now going through a difficult phase. Since 2011, after 34 continuous rule of the left front government, TMC government is formed. And this TMC is not honoring any democratic rights of the people, nor has got faith on democracy. And the way they are snatching the rights of the working people, rights of the poorer section, and they are trying to hide their misdeeds, are telling some stories before media and also in their own organized meeting.